വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണോ, സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഔട്ടിംഗ് വ്ളോഗാണ്. എവിടെ പോവാ? ഇതെന്താ ബാഗ്? അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോകുമല്ലോ, അതൊരു ആചാരമാണല്ലോ. അങ്ങനെയല്ല, ഫ്രൈഡേ അല്ലേ ഇവിടെ ലീവ്. അപ്പോൾ അന്ന് ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇഹാന് കളിക്കാൻ എവിടെയെങ്കിലും മോളിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പുള്ള പ്രകടനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എൻ്റെ മോൻ എനിക്ക് ഉമ്മ തന്നങ്ങ് വാരി പുണരുകയാണ് എന്നെ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഇവിടേക്കാണ് പോയത്, ലാൻഡ്മാർക്കിലേക്കാണ് പോയത്. അപ്പോൾ ഇഹാൻ എപ്പോഴും അവിടെയാണ് കളിക്കാൻ കൊണ്ടുപോകാറ്. അപ്പോൾ അവന് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പരിചയമുണ്ട്. വേറെയും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഇക്കാൻ്റെ വർക്കിന് ആവശ്യമുള്ള കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ക്യാരി ഫോർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇവൻ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഒരു സമയമാവും. അത് കാരണം കൊണ്ട് ഫസ്റ്റ് ഇക്കാൻ്റെ അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവനിത് അങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട്. എന്ത് വാങ്ങിക്കുക, ഫ്രിഡ്ജ് വാങ്ങിക്കാനാണ് പോയത്. ഇക്കാൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഫ്രിഡ്ജ് എന്തോ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇഹാനെയും കൊണ്ട് നൈസായിട്ട് ഈ ട്രോളി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നു പോയി. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇങ്ങനെ എത്തി ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് അറിയാതെ ഇങ്ങനെ എത്തിപ്പോയി. പെട്ടെന്ന് അവൻ കണ്ടു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അവൻ്റെ മൈൻഡ് മാറ്റി ഇപ്പിച്ച് വന്നിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ എസ്കേപ്പ് ആക്കി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അതൊക്കെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ ചെയ്തില്ല, പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. കാരണം വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക ബില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ SB ഒക്കെ ഇങ്ങനെ തൂക്കി നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്താണ്. ഇതിനേക്കാളും നല്ല ഭംഗിയുള്ളത് നമുക്കിവിടെ ഖത്തറിൽ സൂക്ക് വാക്കിഫിൽ കിട്ടും. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ, മേടിച്ചൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇഹാന് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോളിൽ പോയിക്കാണെങ്കിൽ ഇവർ ഈ പെർഫ്യൂംസിൻ്റെ നമ്മളിങ്ങനെ കൊട്ടി വിളിക്കുമല്ലോ, അതൊന്ന് നോക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങളത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അപ്പം ഇക്കൊന്നും അറിയാതെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയി. ഇക്കൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പെർഫ്യൂം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിളിച്ചപ്പോൾ ഇക്കാൻ്റെ കാലറിയാതെ അങ്ങോട്ടങ്ങ് ചായവ് അങ്ങോട്ട് വന്ന് അങ്ങനെ അവർ കൺവിൻസ് ചെയ്ത് അവർ വാങ്ങിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ നൈസായിട്ട് മാഡം ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ അങ്ങനെ ഇഹാൻ്റെ കളിക്കുന്നതിലേക്ക് പോയി. ഇനി ഒരു 2.5 മണിക്കൂർ ഞങ്ങളെ കാണില്ല. കാരണം ഇവൻ ഇതിൻ്റെ ഉള്ളിൽ അഴിഞ്ഞാട്ടമായിരിക്കും. ഞങ്ങളെവിടെയെങ്കിലും ഇവനെ നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മൾ നോക്കണം കേട്ടോ. അവിടെ കുറേ കുട്ടികളുള്ളവരുടെ കൊണ്ട് എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം അവരെ. പെട്ടെന്ന് അവരെ അടിക്കലും പിടിക്കലൊക്കെ ആയിക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ നിൽക്കും, പോസ്റ്റ് അടിച്ച് നിൽക്കുക. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അവരെ. പിന്നെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടായിരുന്നു. അത് ഫ്ലോപ്പായിരുന്നു, നല്ല പുളിയായിരുന്നു. ഞാൻ മേടിക്കേണ്ടിയില്ല എന്നായി. പിന്നെ അത് അവൻ്റെ കളിയിലാണ്. ഇനി നിങ്ങൾ കളി കണ്ടോളൂ അവൻ്റെ.
പിന്നെ ഞാൻ എന്താ പറയണറിയോ, ഈ നമ്മുടെ ഈ പാകിസ്ഥാനും ഇവരുടെയും നമ്മളെ പ്രശ്നം വന്നതിന് ശേഷം ഫുൾ ടൈം ഈ വാർത്ത വെച്ചുകൊണ്ട് ഉറങ്ങുമ്പോഴും വാർത്ത ഇങ്ങനെ കാതിൽ ഇയർപോഡ് വെച്ചിട്ട് ഇതിങ്ങനെ കേട്ടിട്ടാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ തുടങ്ങി അപ്പം മുതൽ എപ്പോഴും ന്യൂസിലാണ്. അപ്പോൾ ഞാൻ ഇക്കാലത്ത് പറയായിരുന്നു, അറിയാണ്ട് ഒരു കാര്യവും ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ന്യൂസ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ വർത്താനം പറയുകയാണെങ്കിലും ചെവിയിൽ ഇങ്ങനെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ താവൻ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഇറക്കി അവനെ, എന്തൊക്കെയോ ഭക്ഷണം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഇറക്കി, അല്ലെങ്കിൽ നടക്കില്ല. അപ്പം തന്നെ ആക്ച്വലി 10:30 ആയി തോന്നുന്നു. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, വാ ഭക്ഷണം കഴിക്കാൻ പോവാ, എന്നിട്ട് നമുക്ക് വന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പം പതുക്കെ ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോഴും ഇവിടെ ന്യൂസ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, എന്തെങ്കിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇക്കാനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറെ എവിടെയും പോയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം എത്രയേ ഉള്ളൂ. അത് ഞാൻ പറയണം, പക്ഷെ വോയിസ് ഓവർ കൊടുത്തതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ പറയണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.